Hi guys and welcome to today's current affairs top line by Geoid. നമ്മളിന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. ഓക്കെ, നമ്മുടെ 77th റിപ്പബ്ലിക് ഡേ ആണ് വരാൻ പോകുന്നതല്ലേ. ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് യൂറോപ്യൻ യൂണിയനിലെ ലീഡേഴ്സാണ്. കുറച്ച് ടോപ്പ് ലീഡേഴ്സ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ ലീഡേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അന്റോണിയോ കോസ്റ്റയാണ്. അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. അതേപോലെ തന്നെ ഉർസുല വോണ്ടർലീൻ ആണ്. ഓക്കെ, അവർ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ്. അവർ ഇന്ത്യയിൽ ഉണ്ടാവും. 25 തൊട്ട് 27 വരെ അവർ ഇന്ത്യയിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് എ വെരി ഹൈ ലെവൽ ഡിപ്ലോമാറ്റിക് സിഗ്നൽ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഈ റിപ്പബ്ലിക് ഡേ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് നോട്ട് സെറമോണിയൽ ഓൺലി. ഓക്കെ, ഇത് കാണിക്കുന്നത് ആ ഒരു സ്ട്രാറ്റജിക് ട്രസ്റ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവർ തമ്മിലുള്ള നമ്മൾ തമ്മിലുള്ള ആ ഒരു ലോങ് ടേം പാർട്ട്ണർഷിപ്പും ആ ഒരു പൊളിറ്റിക്കൽ അലൈൻമെന്റും ഒക്കെയാണ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഗ്ലോബൽ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അമേരിക്ക ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രംപ് വരുന്നതിന് മുമ്പ്, ട്രംപിന്റെ ഈ ടേം അല്ല, അതിന് മുമ്പത്തെ ട്രംപ് വന്ന സമയത്ത് നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ബൈഡനുമായിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ലൊരു ടൈപ്പിലായിരുന്നു. വളരെ സ്ട്രോങ് സ്ട്രാറ്റജിക് ടൈസ് ആയിരുന്നു ഉണ്ടായിരുന്നെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അമേരിക്കയായിട്ട്. ഇപ്പോൾ ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ തമ്മിലുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ. അതേപോലെ ഇപ്പോൾ മാക്രോണുമായിട്ട്, ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോണുമായിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ആണുള്ളതല്ലേ. ഇപ്പോൾ നമ്മുടെ റഫേൽ വിമാനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കുന്നത് അവരുടെ അടുത്തു നിന്നാണ്. ആ ഒരു ഡിഫൻസ് ആൻഡ് ന്യൂക്ലിയർ പാർട്ട്ണർഷിപ്പ് ഫ്രാൻസുമായിട്ട് നമുക്ക് ഉണ്ട്. വളരെ നല്ലൊരു പാർട്ട്ണർഷിപ്പാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ലീഡേഴ്സായിട്ട് നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കാണുന്നത് ഒരു മേജർ ഗ്ലോബൽ പാർട്ട്നേഴ്സ് ആയിട്ടാണ്. ഓക്കെ, അതിൻ്റെ യൂറോപ്യൻ യൂണിയന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ ഒരു റിലേഷൻസ് ഒരു പുതിയൊരു സ്ട്രാറ്റജിക് ഫേസിലോട്ട് അത് പോയിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടുത്തെ ഈ യൂറോപ്യൻ ലീഡേഴ്സിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ആൾക്കാർ, അതായത് ഈ അന്റോണിയോ കോസ്റ്റയും ഉർസുല വോണ്ടർലീനും. അന്റോണിയോ കോസ്റ്റ എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്, യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. ഇയാളെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ യൂറോപ്യൻ യൂണിയനിലുള്ള ആ ഒരു മെമ്പർ സ്റ്റേറ്റ്സിനെയാണ്. ആ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇയാളെ റെപ്രസെന്റ് ചെയ്യുന്നത്. പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഫോറിൻ പോളിസിയും സെക്യൂരിറ്റിയും പിന്നെ ആ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പരിപാടികളാണ്. അതേപോലെ ഇപ്പോൾ ഉർസുല വോണ്ടർലീന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ്. ഓക്കെ, യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണെന്ന് വെച്ചാൽ ഈ യൂറോപ്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് ബോഡിയുടെ ഹെഡ് ആണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവരായിരിക്കും ട്രേഡും അതേപോലെ എക്കണോമി, ക്ലൈമറ്റ്, ബാക്കി ഡിജിറ്റൽ കാര്യങ്ങളും റെഗുലേഷൻസും കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഇവരായിരിക്കും. ഇവർ രണ്ടുപേരും ടുഗെദർ ഇവർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഒരു പൊളിറ്റിക്കൽ ആൻഡ് എക്സിക്യൂട്ടീവ് പവർ ആണ്. ആരുടെ? യൂറോപ്യൻ യൂണിയന്റെ പൊളിറ്റിക്കൽ ആൻഡ് എക്സിക്യൂട്ടീവ് പവറാണ് ഇവർ റെപ്രസെന്റ് ചെയ്യുന്നത്. 16ാമത്തെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ആ ഒരു സമ്മിറ്റ് 27 ജനുവരിയിൽ നടക്കുന്നതായിരിക്കും. ഓക്കെ, PM-ഉം നമ്മുടെ ഈ യൂറോപ്യൻ യൂണിയനിലെ ലീഡേഴ്സുമായിട്ടുള്ള ആ ഒരു ഡിസ്കഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ഇതൊരു ഹയസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡയലോഗ് ആയിരിക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഒരു ഹയസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയലോഗ് ആയിരിക്കും 27 ജനുവരിയിൽ നടക്കാൻ പോകുന്നത്. 16ാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സമ്മിറ്റ് ആണ്. നമ്മുടെ പീയൂഷ് ഗോയൽ ഉണ്ടല്ലോ, നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള പീയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നത് ദ മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽസ് എന്നാണ്. ഓക്കെ, ഇവിടെ പ്രസിഡന്റുമായിട്ടുള്ള മീറ്റിംഗും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ചില സെൻസിറ്റീവ് ഇഷ്യൂസ് റിലേറ്റ് ചെയ്തിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ടോക്സ് PM മോദിയായിട്ട് അവർ നടത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരു ബ്രോഡ് കോഓപ്പറേഷന് വേണ്ടിയിട്ട് ആ ഒരു ടോപ്പ് ഡെലിഗേഷൻ ലെവൽ ടോക്സും ഇവിടെ ഉണ്ടാവുന്നതായിരിക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ആ ഒരു ബിസിനസ് ഫോറം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒന്ന് ട്രേഡ് ആണ്, മറ്റത് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും, പിന്നെ ഈ സപ്ലൈ ചെയിൻ, പിന്നെ ടെക്നോളജിക്കൽ പാർട്ട്ണർഷിപ്പിലൊക്കെ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ള മെയിൻ സാധ്യതകൾ. ഓക്കെ, ഇത് കാണിക്കുന്നത് ആ ഒരു എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് കോഓപ്പറേഷൻ ആണല്ലേ. നമ്മളും യൂറോപ്പും തമ്മിലുള്ള ആ ഒരു എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് കോഓപ്പറേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള റിലേഷൻസിന്റെ ആ ഒരു ചരിത്രം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളും യൂറോപ്പും ആ ഒരു സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആവുന്നത് 2004-ലാണ്. യൂറോപ്യൻ യൂണിയനിലെ ടോട്ടൽ 27 കൺട്രീസ് ഉണ്ട്. 27 രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിലുള്ളത്. ഓക്കെ, അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ വരാൻ പോകുന്നത്, ടോപ്പ് ലീഡേഴ്സ്. ദെൻ നമുക്കറിയാം ഈ 27 രാജ്യങ്ങൾ, യൂറോപ്പിലുള്ള 27 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും വലിയ ദ ലാർജസ്റ്റ് ട്രേഡിംഗ് ബ്ലോക്ക് ആണ്. ഓക്കെ, വേൾഡ്സ് ലാർജസ്റ്റ് ട്രേഡിംഗ് ബ്ലോക്ക് ആണ് യൂറോപ്യൻ യൂണിയൻ എന്നുള്ളത്.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ കോവിഡ് ഉള്ള സമയത്തുണ്ടല്ലോ, നമുക്ക് 2020 15ാമത്തെ സമ്മിറ്റ് വിർച്വലി നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിർച്വൽ ആയിട്ടുള്ള ഒരു സമ്മിറ്റാണ് നമ്മൾ നടത്തിയത്, കോവിഡ് ഉള്ളത് കൊണ്ട് 2020. ഓക്കെ. സോ 2025 ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ബ്രേക്ക് ത്രൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് യൂറോപ്യൻ യൂണിയന്റെ കോളേജ് ഓഫ് കമ്മീഷണേഴ്സ് അവര് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് യൂറോപ്യൻ യൂണിയന്റെ എൻറ്റയർ യൂറോപ്യൻ യൂണിയന്റെ ലീഡേഴ്സ് അവരെല്ലാവരും ഒപ്പമാണ് വന്നത്. ഇത് വളരെ റെയറാണ്, അവരെല്ലാവരും കൂടി ഒരുമിച്ച് വരാറില്ല. സോ 2025 ശേഷം നമ്മളും അവരായിട്ടുള്ള ആ ഒരു റിലേഷൻസ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഈ ഒരു സമ്മിറ്റ് ഇപ്പൊ നടക്കുമ്പോൾ ഇതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈ ഇസ് ദിസ് വിസിറ്റ് ഹാപ്പനിങ് നൗ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഒന്ന് ഗ്ലോബലി ഉള്ള റീസൺസ് ഉണ്ട്, പിന്നെ യൂറോപ്പിന് നമ്മളെയും വേണം, നമുക്ക് യൂറോപ്പിനും വേണം. ഓക്കെ. ഗ്ലോബൽ റീസൺസിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫ് കോഴ്സ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വാർ ഒരു പ്രശ്നമാണ് അല്ലെ. പിന്നെ അമേരിക്കയും ചൈനയായിട്ടുള്ള റൈവലറി ഒരു പ്രശ്നമാണ്. ദെൻ നമുക്കറിയാം ഈ ഡെൻമാർക്കിന്റെ ടെറിട്ടറി ആണല്ലോ നമ്മുടെ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്നാണല്ലോ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. സോ യൂറോപ്പിനും ഒരു ചെറിയ, എന്തൊക്കെ പറഞ്ഞാലും അമേരിക്ക പറയുന്നത് പോലെ യൂറോപ്പ് കേൾക്കുള്ളൂ, അത് വേറൊരു കാര്യം. സോ ഗ്രീൻലാൻഡിന്റെ മേലെ ട്രംപ് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ട്രംപ് അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ല. ഓക്കെ. അത് കൊടുക്കില്ല എന്നൊക്കെയാണ് ഡെൻമാർക്ക് പറഞ്ഞിരിക്കുന്നത്, നമുക്കത് അറിയില്ല. പിന്നെ നമ്മൾ ഗ്ലോബൽ റീസൺസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ് ഒരു പ്രശ്നമാണ്. ക്ലൈമറ്റ് ചേഞ്ച്, നമ്മൾ ട്രംപ് കുറെ ട്രീറ്റീസ് എന്നൊക്കെ പുറത്തു വന്നല്ലോ. ദെൻ ടെക്നോളജി, പ്രത്യേകിച്ച് ഈ ഒരു ടെക്നോളജിയും ജിയോ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കാം മെയിൻ റീസൺസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഗ്ലോബൽ റീസൺസ്. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയന് എന്തിനാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുടെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യ എന്നത് വളരെ വലിയൊരു മാർക്കറ്റാണ്. ഓക്കെ, ഇന്ത്യ ഈസ് എ ലാർജസ്റ്റ് മാർക്കറ്റ്. അതേപോലെ തന്നെ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡെമോക്രസിയാണ് ഇന്ത്യ എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരു മിലിറ്ററി കൂപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി അട്ടിമറികളോ കാര്യങ്ങളോ ഒന്നും പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഇല്ല. വളരെ ട്രസ്റ്റഡ് ഡെമോക്രസിയാണ് ഇന്ത്യ എന്നുള്ളത്. അതുകൊണ്ട് നമ്മളുമായിട്ട് ആ ഒരു ട്രേഡ് ഡീല് വെക്കുന്നത് അവർക്കും ഉപകാരപ്രദമാണ്, നമുക്കും ഉപകാരമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ചൈനയായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഇന്ത്യയെ കാണുന്ന ആൾക്കാരാണ് യൂറോപ്പ്. അതേപോലെ തന്നെ ഇൻഡോ പസഫിക് പാർട്ട്ണറാണ്. ദെൻ ഗ്രീൻ എനർജി, ഡിജിറ്റൽ ടാലന്റ്, ഇതെല്ലാം മാറ്ററാണ്. ഇതിനെല്ലാം യൂറോപ്പിന് ഇന്ത്യയെ വേണം. ഇന്ത്യക്ക് എന്തിനാണ് യൂറോപ്പിന് വേണ്ടതെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ കാര്യം ട്രേഡും ഇൻവെസ്റ്റ്മെന്റും ആണ്. രണ്ടാമത്തെ കാര്യം ടെക്നോളജിയാണ്. ടെക്നോളജിയും ഇന്നോവേഷനും നമുക്ക് അവർ ആവശ്യമുണ്ട്. ക്ലൈമറ്റ് ഫിനാൻസ്, അതേപോലെ തന്നെ ഗ്ലോബലി ഉള്ള ഒരു റൂൾ മേക്കിംഗ് സപ്പോർട്ടിന് നമുക്ക് യൂറോപ്പും അവിടെയുള്ള 27 രാജ്യങ്ങളും നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ ആ ഒരു മൈഗ്രേഷൻ, ഒരുപാട് ഇന്ത്യൻസ് അവിടെ ഉണ്ട് അല്ലേ. സോ ആ ഒരു സ്കിൽഡ് മൈഗ്രേഷനും എഡ്യൂക്കേഷനും എല്ലാം നമുക്ക് യൂറോപ്പിന് ആവശ്യമാണ്. സോ ഇതൊരു സ്ട്രാറ്റജിക് കൺവേർജൻസ് ആണ്. ഓക്കെ, ദിസ് ഇസ് നോട്ട് സിംബോളിസം, ദിസ് ഇസ് എ സ്ട്രാറ്റജിക് കൺവേർജൻസ്. സോ ഇവിടെ നമ്മളും അവരും തമ്മിലുള്ള ആ ഒരു കീ ഏരിയാസ് ഓഫ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒന്ന് ട്രേഡും പിന്നെ FTA ആണ്. FTA എന്നുള്ളത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഏരിയാസ്, ഇതൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ സെമി കണ്ടക്ടേഴ്സ് ഒരു കാര്യമാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ക്രിട്ടിക്കൽ മിനറൽസ് പാർട്ട്, ഓക്കെ, അത് സംസാര വിഷയമാവാൻ ചാൻസ് ഉണ്ട്. ഗ്രീൻ എനർജി, പിന്നെ ഈ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസ്, അതേപോലെ മാരിടൈം സെക്യൂരിറ്റി, പിന്നെ സപ്ലൈ ചെയിൻ, പീപ്പിൾ ടു പീപ്പിൾ ടൈസ്. ഓക്കെ, നമ്മുടെ ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ നമുക്ക് IR വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ന്യൂസ്. GS പേപ്പർ 2 നമുക്ക് IR വരുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ പേപ്പർ 3 എക്കണോമി വരുന്നുണ്ട്, ടെക്നോളജി വരുന്നുണ്ട്, എൻവയോൺമെന്റ് വരുന്നുണ്ട്, SAയ്ക്കും ഇന്റർവ്യൂവിനും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നമ്മുടെ ആ ഒരു മൾട്ടി അലൈൻമെന്റ് സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതിനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദിസ് വിൽ സ്ട്രെങ്തൻ ഇന്ത്യസ് മൾട്ടി അലൈൻമെന്റ് സ്ട്രാറ്റജി. അതേപോലെ തന്നെ നമ്മൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിന് മേലെയുള്ള ഒരു ഓവർ ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് അമേരിക്ക പോലെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാജ്യത്തിന് മേലെ നമ്മൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബാക്ക് ഫയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ആ ഒരു ഓവർ
ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്, എസ്പെഷ്യലി ഓൺ എ സിംഗിൾ പവർ. അതേപോലെ നമ്മുടെ എക്കണോമിയും നമ്മുടെ ടെക്നോളജിയെയും ബൂസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ആ ഒരു ഗ്ലോബൽ ലീഡർഷിപ്പ് ഇമേജിനെ തന്നെ വളരെയധികം ഇത് എൻഹാൻസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. സോ നമുക്ക് നാളെ മറ്റൊരു ന്യൂസുമായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.